ഡിജോ കാപ്പൻ, ഇപ്പോൾ ഞാൻ അതേ ചോദ്യം തന്നെ ഉന്നയിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലേതുപോലെ തന്നെ കർശനമായ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കിയാൽ ഒരു പരിധിവരെ ജനങ്ങളെ ബോധവാന്മാരാക്കി കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, വാഹനം ഓടിക്കാൻ അറിയാത്തവർ പോലും ലൈസൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. വാഹനം നിരത്തിലിറക്കാത്ത നിരവധി ആളുകളുടെ പക്കൽ ഇപ്പോഴും ലൈസൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ പല സാഹചര്യങ്ങളിലും വാഹനം ഓടിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെയുള്ള ഒരു മാർഗം എന്താണ് ശ്രീ ഡിജോ കാപ്പൻ? അല്ല, ഇതിനൊരു മാർഗം വിദേശ രാജ്യങ്ങളിലെ പോലെ ഇത് കർശനമാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മള് ബ്രിട്ടീഷുകാരിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അവിടെയൊക്കെ പോയിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്, നമ്മള് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടുന്നെങ്കിലും ലൈസൻസ് എടുത്തോണ്ട് ചെന്നിട്ട് UK ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം ടെസ്റ്റിന് പോയാലേ അവിടെ ടെസ്റ്റ് പാസ്സാകുള്ളൂ. അതിന്റെ കാരണം അവിടെ 12 വർക്കിംഗ് ഡേയ്സ് അല്ല 12 അവർ 12 ദിവസങ്ങളായി നമ്മള് പുറത്തുള്ള ഏജൻസികളിൽ പോയി പഠിക്കണം. അതിനകത്ത് പാർക്കിങ് ഇതെല്ലാം പ്രത്യേകം അവർക്ക് ക്ലാസ്സും ഉണ്ട്. അതിനുശേഷമാണ് ഈ പോകുന്നത്. എന്നാൽ പോലും 6, 7, 8ാമത്തെ ചാൻസിനാണ് ജയിക്കുന്നത്. പക്ഷേ കോമൺവെൽത്ത് രാജ്യം എന്ന നിലയിൽ നമുക്ക് ഇവിടുന്ന് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തോണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൊല്ലത്തേന് ഓടിക്കാം. പക്ഷെ അവരെല്ലാം അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം അവിടുത്തെ ഒരു രീതി അനുസരിച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷക്കാലം 6 പോയിന്റ് നഷ്ടപ്പെടാം. അങ്ങനെ പിന്നത്തെ ആദ്യത്തെ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ 12 പോയി. അതിൽ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പ്രീമിയം അതിഭയങ്കരമായിട്ട് കൂടും. അവർ പറഞ്ഞൊരു ഉദാഹരണം, 3 സെക്കൻഡിനുള്ളിൽ വണ്ടി ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഹാർഷ് ഡ്രൈവിംഗ് ആണ്. അത് ഇൻഷുറൻസ് കമ്പനി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 1500 പൗണ്ട്, അതായത് നമ്മുടെ ഇവിടുത്തെ ഏതാണ്ട് 1.5 ലക്ഷം രൂപയാണ് ആ പ്രീമിയത്തിൽ കൂടുന്നത്. മാത്രമല്ല പിന്നെ 1 വർഷത്തേന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കർശന നിയമങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വളരെ ലാഘവത്തോടെയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു സംഭവം കൂടി ഞാൻ പ്രേക്ഷകരായിട്ട് സമ്മതിക്കാം. ഇവിടെ നമ്മുടെ കേരളത്തിൽ ലൈസൻസ് കിട്ടിയ ഒരു ആളുടെ കൂടെ ഞാൻ വണ്ടിയിൽ എറണാകുളത്തിന് പോവുക. അപ്പം എൻ്റെ ഒരു സുഹൃത്തിന്റെ മകൻ ലൈസൻസ് കിട്ടി. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ അവന് ലൈസൻസ് കിട്ടിയതേ ഉള്ളൂ, ഓടിക്കുന്നതിന് അവന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം വണ്ടി എടുത്തപ്പം മകനോട് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇല്ല പപ്പ സ്റ്റാർട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നാന്ന് ചോദിച്ചു. അല്ല, സ്റ്റാർട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കൗതുകം തോന്നിയിട്ട് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു. അപ്പം പറഞ്ഞു 3, 4 പേരെയാണ് ഒരു വണ്ടിയില് ഡ്രൈവിംഗ് സ്കൂളുകാർ കൊണ്ടുവന്നത്. അപ്പൊ രാവിലെ ആശാൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാണ് 1 മണിക്കൂർ അല്ലെ അരമണിക്കൂർ ഒരാൾ ഓടിച്ചിട്ട് അടുത്ത ആളിലോട്ട് മാറുന്നത്. അപ്പം അവനും പിന്നെ ഓഫ് ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു പയ്യന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ എത്ര ലാഘവത്തോടെയാണ് നമ്മുടെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത്. ഇവിടെ ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് വന്ന ഉടനെ തന്നെ കണ്ടുപിടിച്ചത് എന്താ, 160 ലൈസൻസും മറ്റും ഒരു ദിവസം കൊടുക്കുക, രാവിലെ 8 മണി മുതൽ 1 മണി വരെ. അപ്പം എത്ര മാത്രം സമയം ആ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ ആ ആളുടെ ഇതെടുത്തു. അതിനുശേഷം അദ്ദേഹം ചില നിബന്ധനകൾ കൊണ്ടുവന്നു. ഇവിടെ സംഘടിതരായ ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം കൂടി അത് അട്ടിമറിച്ചില്ലേ. ഇത് ആർക്ക് വേണ്ടിയാ? ഗണേശന് വേണ്ടിയിട്ടല്ലല്ലോ. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വഴിയെ മുമ്പേ ബഹുമാനപ്പെട്ട സിബി പറഞ്ഞതുപോലെ വഴിയെ നടന്നു പോകുന്നവൻ, കാൽനട യാത്രക്കാരനെ വരെ ഇടിച്ചിടുവല്ലേ നമ്മള് യാതൊരു മര്യാദയും ഇല്ലാതെ പോയി. എറണാകുളത്ത് ഒരു 4 വർഷം മുമ്പ് വൈറ്റിലെ സീബ്ര ലൈനിൽ നിന്ന ഗർഭിണിയായ ഒരു സ്ത്രീയെ